ഹായ്. ഇന്ന് ഒരു സ്പെഷ്യൽ ടൈപ്പ് ചീര തോരനാണ് വെക്കാൻ പോകുന്നത്, ഇലത്തോരൻ. അപ്പോൾ അത് 3 കൂട്ടുകളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഏറ്റവും പരിചയമുള്ള മുരിങ്ങയില. മുരിങ്ങയിലയുടെ ഗുണങ്ങൾ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരുപാട് ഗുണങ്ങളുള്ളതാണ് മുരിങ്ങയില. അപ്പം അതാണ് ഒരൈറ്റം എടുത്തിരിക്കുന്നത്. ഏറ്റവും കൂടുതലുള്ളത് ഈ കൂട്ടത്തിൽ മുരിങ്ങയിലയാണ്. പിന്നെ ഇത് വന്നിരിക്കുന്നത് ഞാൻ കുറച്ച് ഉലുവ ഈ മൈക്രോഗ്രീൻ വഴി മുളപ്പിച്ചെടുക്കാൻ ശ്രമിച്ചതാണ്. അപ്പം ഇത്രയും മുളച്ച് വന്ന് ഇനി അത് വെച്ചിരുന്നാൽ വാടി പോകുന്നുണ്ടായിരുന്നു. അപ്പം അത് കരുതി ഞാൻ അതോടെ ഇങ്ങ് എടുത്തു, ഉലുവ മുളപ്പിച്ചത്. പിന്നെ ഉള്ളത് ഇത് പൊന്നാങ്കണ്ണി ചീര എന്ന് പറയും. ഇതിൻ്റെ ഗുണങ്ങൾ വളരെ കൂടുതലാണ്. ഒരുപാട് ഗുണങ്ങളുള്ളതാണ് പൊന്നാങ്കണ്ണി ചീര. കണ്ണ് മുതൽ കരളിന് വരെ ഏറ്റവും ഗുണപ്രദമായിട്ടുള്ളൊരു ചീരയാണ്. ഇതെല്ലാവർക്കും ഒന്നും പരിചിതമായിരിക്കില്ല, ആദ്യമായിട്ട് കാണുന്നവരൊക്കെ കാണും. ഇത് 3 വെച്ച് നമുക്കൊരു അടിപൊളി തോരൻ വെക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം. അപ്പം അതിനിടയ്ക്ക് ഞാൻ എൻ്റെ പൊന്നാങ്കണ്ണി ചീരയുടെ ചെറിയൊരു തോട്ടം കാണിക്കാം. ഇതിപ്പം വളരെ കുറച്ച് ചീര, ഞാൻ ചീര ഇല പിച്ചിയിട്ട് അതിൻ്റെ തണ്ട് വെച്ച് കിളിപ്പിച്ചെടുക്കുന്നതാണ്. ഇപ്പം ഇതിൽ നിന്ന് മണ്ട പിച്ചെടുത്തതാണ് കാണിച്ചത്. ഇപ്പം വളരെ കുറച്ചേ ഉള്ളൂ. ഇനി ഇത് പൊട്ടി കിളിച്ച് വരണം, എങ്കിലേ കുറച്ചുകൂടി കൂടുതലൊക്കെ ആകത്തുള്ളൂ ചീര. ഇനി ആ 3 ഇലകളും കൂടെ അരിഞ്ഞിട്ടുണ്ട് ഞാൻ. മുരിങ്ങയിലയും നമ്മുടെ പൊന്നാങ്കണ്ണി ചീരയും പിന്നെ ഉലുവ മുളപ്പിച്ചതും 3 കൂടെ മിക്സ് ചെയ്ത് അരിഞ്ഞു. അതിലേക്ക് കുറച്ച് തേങ്ങാപ്പീര ഇടാം. പിന്നെ ഞാൻ സവാള കുത്തിപ്പൊടിച്ച് അരിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാടൊന്ന് ചെറിയ പീസുകളാക്കണ്ട, ഈ ഒരു സൈസിൽ അരിഞ്ഞതും കൂടി ഇട്ടു. കുറച്ച് ജീരകവും മഞ്ഞൾപ്പൊടി ഇടാം. ഇനിയും കുറച്ച് ഉപ്പ് നമ്മൾ ഈ മറ്റുള്ള കറികൾക്ക് ഇടുന്ന പോലെ ഈ ഇലക്കറികൾക്കൊന്നും അധികം ഇടേണ്ട ആവശ്യമില്ല. അത് ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ ഉപ്പ് അങ്ങ് കഴിക്കും. അതുകൊണ്ട് വളരെ കുറച്ച് ഉപ്പിട്ടാൽ മതി. ഇനിയും ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മുളക് എടുത്തത് കുറച്ച് വെള്ളക്കാന്താരി ഉണ്ടായിരുന്നു. ഈ പച്ചമുളക് കൂടെ അരിഞ്ഞ് ഇതിൽ മിക്സ് ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ ഇത് കാന്താരി ആയതുകൊണ്ട് കൈ പുകയാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനത് മറ്റേത് മിക്സ് ചെയ്തിട്ട് അങ്ങ് അരിഞ്ഞിടുക ചെയ്തത്. ഇനി നമ്മുടെ ഒരു ചീനിച്ചട്ടിയോ പാനോ എന്താണെന്ന് വെച്ചാൽ അതെടുത്ത് ചൂടായി എണ്ണ ഒഴിക്കുക. ചൂടായി കഴിയുമ്പോൾ കടുകിടണം. ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഞാൻ അരിഞ്ഞു വെച്ചതിട്ട്, അത് ഈ വെളുത്തുള്ളി വേണമെങ്കിൽ അതിനകത്ത് ഇലക്കകത്ത് മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇനി നമ്മുടെ തോരൻ അരിഞ്ഞു വെച്ചത് മിക്സ് ചെയ്ത് തേങ്ങയും ഉള്ളിയെല്ലാം കൂടെ മിക്സ് ചെയ്തത് ഇതിലേക്ക് ഇടുന്നു. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെക്കാം. ചെറിയ ഫ്ലെയിമിൽ വെച്ചാൽ മതി. തീ നന്നായിട്ട് വെന്ത് വരണം.
തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീട്ടിലിതുപോലെ ഭക്ഷ്യയോഗ്യമായിട്ടുള്ള ഇലകളൊക്കെ നിൽപ്പുണ്ടെങ്കിൽ ഇങ്ങനെ മിക്സ്ഡായിട്ട് തോരൻ വെച്ച് നോക്കാവുന്നതാണ്. വളരെ ടേസ്റ്റിയുമാണ്, ഹെൽത്തിയുമാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്ത ദിവസം അടുത്ത വീഡിയോയുമായിട്ട് വരാം.